അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീവ്ര ഡെമോക്രാറ്റിക് അനുഭാവികളടക്കം നിരവധി പേരുടെ നോട്ടപ്പുള്ളിയാണ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ വധശ്രമത്തെ ട്രംപ് അത്ഭുതകരമായി അതിജീവിച്ചത് അന്നത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് പദവിയിലെത്തിയ ട്രംപിനെ വധിക്കാൻ ഒരു 17-കാരൻ നടത്തിയ ഗൂഢാലോചനയാണ് ചുരുളഴിയുന്നത്. ട്രംപിനെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ അമ്മയെയും രണ്ടാനച്ഛനെയും കൊലപ്പെടുത്തിയതോടെ ഈ കൗമാരക്കാരൻ പിടിയിലായി. ഫെബ്രുവരിയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടത്. 17 വയസ്സുള്ള നികിത കാസപ്പ് എന്ന കൗമാരക്കാരനാണ് പ്രസിഡന്റിനെ വധിക്കാനും ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചത്. ഈ പദ്ധതിക്കായി പണമുണ്ടാക്കാൻ ഇയാൾ അമ്മയെയും രണ്ടാനച്ഛനെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. കാസപ്പിനെതിരെ 9 കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ 2 കൊലപാതക കുറ്റങ്ങളും മൃതദേഹം ഒളിപ്പിച്ച കുറ്റങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതിനോടൊപ്പമാണ് പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റവും ചുമത്തിയത്. ഫെബ്രുവരി 11-നാണ് ഇയാൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നത്. കാസപ്പിന്റെ അമ്മ ടാറ്റിയാന കാസപ്പിനെയും രണ്ടാനച്ഛൻ ഡൊണാൾഡ് മേയറെയും വെടിയേറ്റ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2 ആഴ്ചയായി കുട്ടി സ്കൂളിൽ പോകാത്തതിനെ തുടർന്ന് അധികൃതർ വീട് സന്ദർശിച്ചപ്പോഴാണ് മാതാപിതാക്കളെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഴ്ചകളോളം അഴുകിയ മൃതദേഹങ്ങൾക്കൊപ്പം താമസിച്ച ശേഷം $14,000 പാസ്പോർട്ടുകളും തന്റെ വളർത്തു നായയുമായി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം കാൻസാസിൽ വെച്ചാണ് 17-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. രണ്ടാനച്ഛന്റെ SUV മോഷ്ടിച്ചതിനും തോക്ക് കൈവശം വെച്ചതിനുമാണ് കാസപ്പിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ട്രംപിനെ വധിക്കാനുള്ള ഇയാളുടെ പദ്ധതി വെളിപ്പെട്ടത്. കാസപ്പ് തന്റെ പദ്ധതികൾക്കായി ഡ്രോണും സ്ഫോടക വസ്തുക്കളും വാങ്ങിയതായും ഒരു റഷ്യക്കാരനുമായി തന്റെ പദ്ധതികൾ പങ്കുവച്ചതായും കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നു. കൂടാതെ ഹിറ്റ്ലറെ പ്രശംസിക്കുന്ന 3 പേജുള്ള കുറിപ്പും കണ്ടെടുത്തു. പ്രതിയെ മെയ് 7-ന് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ കഴിഞ്ഞ വർഷം ജൂലൈ 13-ന് പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ട്രംപിന് നേരെ ഒരാൾ വെടിവെച്ചത്. ട്രംപിന്റെ ചെവിക്കാണ് അന്ന് പരിക്കേറ്റത്. ആ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സെപ്റ്റംബർ 15-ന് ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ചും ട്രംപിനെ വധിക്കാൻ ശ്രമമുണ്ടായി. കൂടാതെ ട്രംപിനെ വകവരുത്താൻ ശ്രമിക്കുന്നതായി ഇറാനെതിരെയും ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ താരിഫ് വിഷയത്തിൽ ലോകരാജ്യങ്ങളുമായി ഉടക്കി നിൽക്കുന്ന ട്രംപിന് ശത്രുക്കൾ ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷയും ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്.